പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊടുക്കാൻ ഒന്നും കരുതി വെക്കരുത്. അവസാനം ഈശോ ചോദിക്കുന്നത് എന്തോരം ശേഖരിച്ചെന്നല്ല, എന്തോരം ചെതറിച്ചെന്നാണ്. പണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സമാധാനം കൊടുക്കുക, സമാധാനം കൊടുക്കുക. ഇന്ന് മനുഷ്യനില്ലാത്തതാണ്. സുഖമാണോ എന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഭരണങ്ങാനത്തുനിന്ന് ബസ് കയറി. എനിക്ക് വേണ്ടത് പൂഞ്ഞാറ് അടിവാരം, അത് കുന്നൂന്നിക്കാണ്. പെട്ടെന്ന് കണ്ടക്ടർ പറഞ്ഞു, ഇത് കുന്നൂന്നിക്കാണ് സഹോദര, പേട്ടയിൽ ഇറങ്ങിയാൽ മതി, വേറെ വണ്ടിയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, സാറിന് എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു പൂഞ്ഞാറ് അടിവാരം, തൊട്ടുപുറകെയുണ്ട്. ഞാൻ ചോണ്ടോ? അപ്പോൾ കണ്ടക്ടറിന് അയാൾ പറഞ്ഞു തരും. അയാൾ എന്നോട് കഥകളൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു? അയാൾ പറഞ്ഞു പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, മെലിഞ്ഞുണങ്ങിയ ഒരു ലുങ്കി കൊടുത്ത കീറിയ ഷർട്ടിട്ട മനുഷ്യൻ. ഞാൻ അയാളുടെ കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എവിടെ വീട്? വിജയൻ, ആലപ്പുഴയാണ്. എവിടെ പോകുന്നു? അയാൾ പറഞ്ഞു ഒന്നും തോന്നരുത്, ഇല്ല ഭിക്ഷയാചിക്കാൻ പോകുന്നതാണ്. ഞാൻ എത്ര കിട്ടും? 100 രൂപ കിട്ടും, ചിലപ്പോൾ 110, ചിലപ്പോൾ 120. എന്തു ചെയ്യും? ഈരാറ്റുപേട്ട വരും, പുഴയിലിറങ്ങി കുളിക്കും, കിട്ടിയ കാശിന് ഭക്ഷിക്കും. ഭരണങ്ങാനത്ത് റേഷൻ കടയുണ്ട്, അതിൻ്റെ തിണ്ണെ വന്ന് കിടക്കും. ഇടയ്ക്ക് ഭരണങ്ങാനത്ത് അസീസി വരും, കപ്പൂച്ചനച്ചന്മാരുടെ അടുത്ത്. നാളെ അസീസി പിതാവിൻ്റെ തിരുനാളാണ്, ഞാൻ വരും. ഒരു ഊണും 20 രൂപയും ഒരു ലുങ്കിയും കിട്ടും. ഞാൻ ചോദിച്ചു സുഖമാണോ? അല്ലൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് അയാൾ ഇറങ്ങാനുള്ള സ്ഥലമായി. സാർ ഇവിടെ ഇറങ്ങി, തൊട്ടുപുറകെയുണ്ട്. ഞാൻ കാപ്പി കുടിച്ചോ? അയാൾ പറഞ്ഞു ചായ കുടിച്ചു. എൻ്റെ കയ്യിൽ കുറേ ചില്ലറയാണ്. ഞാൻ പറഞ്ഞു ഒന്നും തോന്നരുത്, 5-ൻ്റെ കോയിനാണ്, ഞാൻ തരാം. പെട്ടെന്ന് അയാൾ പറഞ്ഞു വേണ്ട സാറേ. ഞാൻ ചെയ്യാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ, ഒരുപാട് നാളായി ഇത്രയും നല്ല പാൻറ്റും ഷർട്ടും ഇട്ട ഒരാൾ എന്നോട് ഇതുപോലെ സംസാരിച്ചിട്ട്. അത് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ അയാളെ ചേർത്ത് പിടിച്ചു കേട്ടോ. അയാൾ ഹൈന്ദവനാണ്. ഞാൻ പറഞ്ഞു ഞാൻ സുവിശേഷകനാണ്. പെട്ടെന്ന് അയാൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി സാറേ, എനിക്ക് മനസ്സിലായി. എന്നിട്ട് അയാൾ കൂട്ടിച്ചേർത്തു, എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഭരണങ്ങാനത്ത് റേഷൻ കടയുടെ തന്നെ വന്നാൽ അവിടെ ഞാൻ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ സ്വസ്ഥത ഉണ്ടാകട്ടെ. വേറൊന്നും നിങ്ങൾ കൊടുക്കണ്ട. ആര് കണ്ടുമുട്ടിയാലും അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. നമുക്ക് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വെള്ളിയോ സ്വർണ്ണോ ഞങ്ങളുടെ കയ്യിലില്ല, ഒന്നുണ്ട്, നസ്രായനായ യേശു. ക്രിസ്തുവിനെ കൊടുക്കാം. അത് സമാധാനമായിട്ട്, ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാം. അതുകൊണ്ടൊന്നും കരുതരുത്. എനിക്ക് 2 മക്കളാണ്. ഞാൻ മക്കളോട് പറയും ഒന്നും ശേഖരിച്ചേക്കരുത്. സത്യമാണ്. മൂത്ത മോള് പഠിച്ചത് സ്റ്റെല്ല മാരിസ് ചെന്നൈയിൽ, ഇപ്പം UK MSW കടന്നു. കഴിഞ്ഞ ദിവസം പോയപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്നും ശേഖരിച്ചേക്കരുത്, കൊടുക്കണം. എന്നോട് പറഞ്ഞു അപ്പ അങ്ങനെ തന്നെയാണ്, സത്യമാണ്. ഇളയ മോള് ഇന്നും പള്ളിയിൽ പോയപ്പോൾ ഒരു ചേച്ചി അത് പറയാ, കുറേ പേരൊന്ന് ഐസ്ക്രീം കഴിക്കണേ, അത് ചോദിച്ചു വില കുറഞ്ഞോണ്ട് മേടിച്ചു തരാമോ. അപ്പം മോളത് കേട്ടു, അവൾ 50 രൂപയുടെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു പപ്പ എല്ലാവരും നിന്ന് കഴിച്ചപ്പോൾ അത് ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല. ഞാൻ എൻ്റെ മോള് ജർമ്മനിയിൽ ഒരു കൊളോൺ യൂണിവേഴ്സിറ്റി, അവൾക്ക് BSc ഫസ്റ്റ് റാങ്കുണ്ട്, സെക്കൻഡ് റാങ്കുണ്ട്, MSc. ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയും ഒന്നും ശേഖരിച്ചേക്കരുത്, ഒന്നും കരുതരുത്. അങ്ങനെയൊക്കെ നമുക്ക് കടന്നു പോകാം. അപ്പോഴോ എല്ലാം നമുക്ക് വേണ്ടി തമ്പുരാൻ കരുതും. വലതുകര ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം താത്തിയിടാം. അപ്പോൾ ഓർക്കണം, എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക, ഒന്നാകുക, ഒന്നാകുക. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുമ്മാ ഒന്നാകാൻ പറ്റത്തില്ല. ഒന്നാകണമെങ്കിലോ ഫിലിപ്പി 3:8-9 വചനം വായിക്കാമോ? അവനെ പ്രതി സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അടുത്ത വചനം കോട്ട് ചെയ്തോണേ. എന്തോ ഒന്നും കൂടെ വായിച്ചേ. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും, ശ്രദ്ധിക്കണം, പൗലോസ് അപ്പോസ്തലൻ പറയാണ് അവനെ പ്രതി സകലതും ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇതെന്തിനാണ്? ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും, നേടിയെടുക്കണം. അടുത്ത വചനം, അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടി അത്രേ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒന്നാകണമെങ്കിൽ യേശുവിനെ എന്ത് ചെയ്യണം? നേടിയെടുക്കണം, നേടിയെടുക്കണം. യേശുവിനെ നേടിയെടുക്കണം. എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ നീ നേടിയെടുത്തോ?
ചോദിക്കട്ടെ, സുവിശേഷത്തിൽ, ലേഖനത്തിലല്ല, പഴയ നിയമത്തിലല്ല, സുവിശേഷത്തിൽ ക്രിസ്തുവിനെ നേടിയെടുത്ത ഒരാളുണ്ട്. ആരാന്ന് പറയാമോ? സക്കീവ്സ്. കറക്റ്റാണ്, സക്കീവ്സ്. എവിടെയാണ്? ലൂക്ക 19:1 മുതൽ വായിക്കാമോ? ലൂക്ക 19:1 മുതൽ. ആരെന്ന് കാണാൻ. ശ്രദ്ധിക്കണം, യേശുവിനെ കാണാനല്ല അവൻ ആഗ്രഹിച്ചത്, യേശു ആരെന്നറിയാൻ. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതും ആരെന്നറിയാൻ ആഗ്രഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുവരെ നീ കർത്താവിനെ അന്വേഷിച്ചോ? യേശുവിനെ അന്വേഷിച്ചോ? വചനം പറഞ്ഞ അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും. അപ്പൊ യേശു ആരെന്നറിയാൻ. വായിച്ചു, തുറന്നു വായിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. പൊക്കം കുറവാണ്. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു. ചോദിക്കട്ടെ, ഈ സക്കായി ആരാണ്? ചുങ്കക്കാരെന്ന് പറയുന്നത് സെയിൽ ടാക്സ് ഓഫീസറാണ്. ഇൻകം ടാക്സ് ഓഫീസറാണ്, നിസാരക്കാരനല്ല സക്കായി. ഈ സക്കായി കയറിയ മരത്തിന്റെ പേരാണ് സിക്കമൂർ. സിക്കമൂർ മരം കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ഇരിക്കും? ഞാൻ ഓർത്തോണ്ടല്ല, കാട്ടത്തി എന്നാണ് പഴയ ചില ബൈബിളിൽ. ശരിക്കും ആഞ്ഞിലി മരം പോലെ ഇരിക്കും. ഇങ്ങനെ സെയിൽ ടാക്സ് ഓഫീസർ ഒരു പേരെ പോലും കയറിയിട്ട് കാണിയല്ല. അപ്പൊ മിക്കവാറും അങ്ങേരെ രാത്രി പണിക്കാരെല്ലാം കൂടി വലിച്ചു കയറ്റിയതായിരിക്കും. കാരണം അങ്ങയുടെ ദാഹം അത്ര വലുതാണ്. ഉണ്ടോ? കറക്റ്റ്. കർത്താവ് അതാണ് ഈശോയുടെ, ദൈവത്തിൻ്റെ ചിന്ത അതാണ്. പ്രിയപ്പെട്ടവർ, തമ്പുരാൻ ആത്മാർത്ഥതയോടെ നീ എന്തു ചെയ്താലും അത് കാണും, അതിന് പ്രതിഫലമുണ്ട്. ഇവിടെയാണ് കറക്റ്റ്. ആ മരത്തിന് ചവിട്ടിച്ചത് പറഞ്ഞു ഇറങ്ങി വരാൻ മാത്രമല്ല, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ അന്തി ഉറങ്ങും. സക്കായി ചെന്നപ്പോഴേ തുറന്നു വായിച്ചു സിസ്റ്റർ. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വാ, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. വായിച്ചു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, അത്താഴം എല്ലാം കഴിഞ്ഞപ്പോ സക്കായി എഴുന്നേറ്റു. എന്നിട്ട് എന്ത് പറഞ്ഞു? ആന്റി എന്ത് പറഞ്ഞു? സക്കായി എന്ത് പറഞ്ഞു? എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു കേട്ടോ. അടുത്ത വചനം എന്താണ്? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കും. നമ്മുടെ വീട്ടിലാണ്, ചങ്ങനാശ്ശേരിയിൽ കർത്താവ് വന്നൊന്ന് കൂട്ടിക്കും. ആൻറ്റീനെ കണ്ടുകൂട്ടിന്ന് കൂട്ടിക്കും. വീട്ടിലേക്ക് വരികയാണ്. ഭക്ഷണമൊക്കെ കൊടുത്ത ആൻറ്റി, നല്ല ഫുഡൊക്കെ കൊടുത്ത് കർത്താവ്. അതെല്ലാം കഴിയുമ്പോൾ ആൻറ്റി കർത്താവിനോട് എന്നാ പറയും? പകലെല്ലാം തിരക്കായിരുന്നു, അതുകൊണ്ട് വിശ്രമിക്കാനാണോ പറയുന്നത്? അല്ല, എന്നാ പറയും? സാറേ നമ്മളാണ് എന്നാ പറയും? ഞാൻ ഇറങ്ങുകയാണ് കേട്ടാ, കാരണം ഇവിടെ ഇനി ധ്യാനത്തിൻ്റെ ആവശ്യം. സാറ് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ആൻറ്റി എന്നാ പറയും? പേരെന്നാ? ലിസി ആൻറ്റി എന്നാ പറയും? നോർമലായിട്ട് പറയണം കേട്ടാ. നോർമൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം പറയണമെന്ന്. എന്നാ പറയും? നമ്മൾ എന്നാ പറയും? ഭർത്താവിന് കടുത്ത ഷുഗറാണ്. ഉണ്ടോ? ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ. നമ്മൾ പറയും ഈയിടെ ഇച്ചിരി BP കൂടെ ഉണ്ട്. ഉണ്ടോ? എന്നാ സന്തോഷമൊന്നും. നമ്മളാണ് എന്നാ പറയും? ഇതുവരെ മൂത്ത മകൾക്ക് കല്യാണം കറക്റ്റ്. പിന്നെ മകന്റെ മകൻ അത്ര പോരാ കറക്റ്റ്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ അവസ്ഥ. സക്കായി പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിക്കണം. സക്കായിക്ക് 100 ഏക്കർ ഉണ്ടെന്ന് കൂട്ടിക്കോ, അതിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കണം. 100-ൽ 50 കൊടുത്തു. പിന്നെ എത്ര ഉള്ള ചായ? 50 ഉള്ളൂ. അടുത്ത 11 എന്നറിയോ? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി കൊടുക്കും. 50-ന്റെ 4 ഇരട്ടി അല്ല, സ്വത്തിന്റെ 4 ഇരട്ടി കൊടുക്കണം. 50 കൊടുത്തു, പിന്നെ എത്ര ഉള്ളൂ? 50 ഉള്ളൂ. 100 ആകണമെങ്കിൽ 50 എന്ത് ചെയ്യണം? കടം മേടിക്കണം.
അപ്പൊ സക്കായി ക്രിസ്തുവിനെ നേടിയെടുത്തപ്പോൾ ആരായി സാറേ? കടക്കാരനായി. നമ്മൾ ധ്യാനം കൂടിയപ്പോഴോ ആ കടം പീടി, ആ കടം. അതുകൊണ്ട് നമുക്ക് ധ്യാനം കൂടാൻ ഇഷ്ടമാണ്. കാരണം ധ്യാനം കൂടിയാൽ ആ കടം വീഴും. സത്യമാണ് പ്രിയപ്പെട്ടവർ. ശ്രദ്ധിച്ചേ സാറേ, പേരെന്താണ്? സിന്നിച്ചന് യേശുവിനെ നേടിയെടുത്തിട്ട് ഇത്രയും നാളും ക്രിസ്ത്യാനി, നമുക്ക് എന്ത് നഷ്ടമുണ്ടായി? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആൻറ്റിക്ക് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ? നമ്മൾ ധ്യാനം കൂടിയ പിന്നെ കള്ളുകൂടി നിർത്തി എന്ന് പറയും അല്ലേ? കള്ളുകൂടി നിർത്തിയാൽ ലാഭം നമുക്കാണോ കർത്താവിനാണോ സാറേ? നമുക്കാ ലാഭം. ഇപ്പം ഇഷ്ടം പോലെ കാശില്ലേ പോക്കറ്റിൽ? ഉണ്ട്. ഞങ്ങളുടെ പാലായിലെ ഒരച്ചായൻ ധ്യാനം കൂടി കള്ളുകൂടി നിർത്തി, ഇപ്പം ബ്ലേഡ് നിർത്തുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ ആളല്ലേ ഇപ്പൊ ബ്ലേഡ്. അപ്പൊ എന്നോട് ബ്രദറെ, അന്നത്തെ കാലത്ത് ഒത്തിരി പൈസ ഞാൻ കുടിച്ചു തീർത്ത്, ഇപ്പൊ അതെല്ലാം. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദര, കള്ളുകൂടി തന്നെയാണ്. ചെല്ലുപറഞ്ഞ ധ്യാനം കഴിഞ്ഞ പിന്നെ നോമ്പും പ്രാർത്ഥനയും, 50 നോമ്പ്. ചോദിക്കട്ടെ, 50 നോമ്പ് എടുത്തപ്പോൾ നമുക്കാണോ ലാഭം കർത്താവിനാണോ ലാഭം? നമുക്ക്. ഇവിടെ പോത്തിറച്ചിക്ക് എന്നാ വില? 380. ആ കറക്റ്റ്. സത്യത്തിൽ ഓർത്തു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊക്കെ ഇത്രയും കാലം ഈ മണ്ണിൽ ജീവിച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? നമ്മൾ എന്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? ശാലോം കേട്ടണ്ട ബെന്നി പുന്നത്തറ. ആ കൊറോണയ്ക്ക് മുമ്പ് 800 സ്റ്റാഫുണ്ട് അവിടെ. ഞാനാണ് അവർക്ക് ധ്യാനം നടത്തി കൊടുത്തത്, ധ്യാനം ചെയ്തു കൊടുത്തത്. ഞാൻ അവിടെ ചെന്നപ്പോഴേ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ആരാണ്? ശാലോം ബെന്നി പുന്നത്തറ. ഒരൽമാനാണ്. എന്താ പ്രത്യേകത? ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ധ്യാനം കൂടിയപ്പോൾ അവൻ യേശുവിനോടൊരു അറ്റാച്ച്മെന്റ്, യേശുവിനോടൊരു വലിയ സ്നേഹം. അവൻ എന്ത് ചെയ്യുന്നറിയാവോ? അവന്റെ ജോലി അവൻ രാജിവെച്ചു. വർക്കിയച്ഛൻ മരിച്ചുപോയി, വിശുദ്ധനായ വൈദികൻ. അച്ഛൻ പറഞ്ഞ, ബെന്നി നീ രാജിവെക്കണ്ട, ലീവ് എടുക്കാൻ. അവൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ എൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛാ. രാജിവെച്ച് ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ സ്റ്റെല്ല, അവൻ്റെ വൈഫാണ്, എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. എന്നോട് പറഞ്ഞു, ബ്രദറെ ഒരുപാട് പട്ടിണിയല്ല, കഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂത്ത മകൻ ഡോക്ടറാണ്, പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെല്ല ഊന്നുകല്ലെന്ന് പറയും, കോതമംഗലം, അവിടുത്തെ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അവളും തൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചു. പക്ഷെ നിങ്ങൾക്കറിയണോ, 10 പൈസയുടെ ഇൻകമില്ല. ഞാൻ ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ അവർ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി എന്നെ കാണിച്ചു തരുവാണ്. മാത്യു സാർ എന്ന് പറഞ്ഞാൽ, ബ്രദറെ ഇത് അമേരിക്കയ്ക്കുള്ള ലൈവാണ്, ഇത് ഏഷ്യ ഭൂഖണ്ഡം, ഇത് എന്താണ് വേറെ സ്ഥലത്തേക്ക്, 3 സ്ഥലത്തേക്ക് അവിടുന്ന് ലൈവാണ്. ഞാൻ ചോദിച്ചു, എത്ര രൂപ വേണം മാസം? കൊറോണയ്ക്ക് മുമ്പാണ്. ഏകദേശം 1 കോടി രൂപ വേണം ബ്രദറെ. 80 ലക്ഷത്തിന് 1 കോടിക്ക്. ഞാൻ ചെന്നിട്ടുണ്ട്, കൈ ഒന്നുമില്ല. കൃത്യം കർത്താവ് തരും. ശ്രദ്ധിച്ചേ ബെന്നി തൻ്റെ ജോലി രാജിവെച്ചപ്പോൾ അവന് കിട്ടിയ കൃപയെന്നറിയോ? അവൻ യേശുവിനെ നേടിയെടുത്തപ്പോൾ ബെന്നിയും ക്രിസ്തുവും യേശുവും ഒന്നായപ്പോഴോ ബെന്നിക്കില്ലാത്തത് ആരുടെ കയ്യിലുണ്ട്? യേശുവിന്റെ കയ്യിലുണ്ട്. ശ്രദ്ധിക്കണം, സക്കായി കടക്കാരനല്ലായത്. സക്കായി യേശുവിനെ നേടിയെടുത്തപ്പോൾ സക്കായും ക്രിസ്തുവും ഒന്നായി. അപ്പോഴെന്താ പ്രത്യേകം അറിയോ? ബെന്നിയുടെ കയ്യിൽ പണമില്ല, ദരിദ്രനാണ്. പക്ഷെ കർത്താവ് സമ്പന്നനാണ്. കണ്ടോ, 1 കോടി രൂപ അക്കൗണ്ടിൽ വരുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നീ യേശുവിനെ നേടിയെടുത്താൽ, നീ രോഗിയാണെങ്കിൽ അവൻ വൈദ്യനാണ്. നീ പാപിയാണെങ്കിൽ അവൻ പരമപരിശുദ്ധനാണ്. എന്ന് വെച്ചാൽ നിനക്കില്ലാത്ത ആരുടെ കയ്യിലുണ്ട്? കർത്താവിന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ ഞാൻ മാർപ്പാപ്പയെ കാണാൻ പോവാണ് കേട്ടാ. എനിക്ക് കൃപ കിട്ടി പോകാനുള്ള, അവിടുന്ന് ഉള്ള മീറ്റിങ്ങിന് പങ്കെടുക്കാൻ. അപ്പം ഞാൻ എറണാകുളത്തിന് പോവാണ്. എന്തിനാണ്? വിസ കൊടുക്കാനായിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ കേരളത്തിലെ എല്ലാ ധ്യാന ഗുരുക്കന്മാരും കൊണ്ട് പോകാനായിട്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഈ വിസ കൊടുക്കുന്ന സമയത്ത് ആ വിസ ഓഫീസിലെ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിത് കിട്ടത്തില്ല കേട്ടാ. ഞാൻ ചെയ്യാൻ എന്താണ്? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 1 വിദ്യാഭ്യാസവും ഇല്ല, 2 ഡിപ്പോസിറ്റ് ഇല്ല, 3 ജോലിയില്ല. ആ മനുഷ്യൻ പറയുമ്പോൾ എനിക്ക് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത് ആപ്ലിക്കേഷൻ തരുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അപേക്ഷ തരുന്നതുകൊണ്ട്? അതില്ലെന്ന് പറഞ്ഞു.
അത് 1-2 അപേക്ഷ തന്നേക്കാൻ പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു ഈ കിട്ടുമെന്ന് ഈ എൻ്റെ അടുത്ത് നിൽക്കുന്നവർ ചൂണ്ടി പറഞ്ഞു, ഇവർക്കൊക്കെ കിട്ടും സഹോദര, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ആ ഓഫീസിൽ നിന്ന് വിളിച്ചു. എന്ത് പറഞ്ഞെന്നറിയോ? ആ കിട്ടുമെന്ന് പറഞ്ഞ ആർക്കും തന്നെ കിട്ടി. അന്ന് 2 പേർക്ക് വിസ അടിച്ചിട്ടുണ്ട്. ഒന്ന് ഇടുക്കി തങ്കച്ചൻ എന്ന് പറയും, ഒന്ന് സുനിലിനുള്ളതാണ് വിസ. ഞാൻ പോയി അവിടെ ചെന്നു, മാർപ്പാപ്പയുടെ അടുത്തിരുന്ന് മുട്ടിയല്ല, അങ്ങനെയാണ് ഇരുന്നത്. എന്നാൽ ആ മീറ്റിങ്ങിൽ ഇന്നൊരു 40 രാജ്യങ്ങളിൽ നിന്നുള്ള കരിസ്മാറ്റിക് ലീഡേഴ്സാണ്. എല്ലാം കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ എന്താണ് ഈ വിസിറ്റ് ചെയ്യുക, ഓരോ സ്ഥലങ്ങളിൽ പോകണം. ഞാനും പോയി കൂടെ, നമുക്ക് വേറെ മുടക്കില്ലല്ലോ. അപ്പം അങ്ങനെ പോയി അവിടെ ചെന്ന് മാളിൽ കയറി. സൂപ്പർ മാർക്കറ്റുണ്ടോ? നല്ല മാർക്കറ്റൊക്കെ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്. എല്ലാവരും നല്ല മിഠായിയും കേക്കും ഒക്കെ സാധനങ്ങളുണ്ട്, പെട്ടിക്കകത്ത് നിന്ന് ഇറക്കിയാണ്. എൻ്റെ കയ്യിലും എൻ്റെ കൂടെയുള്ള 2 ധ്യാന ഗുരുക്കന്മാരുണ്ട്, അവർ 2 പേരും ദാരിദ്ര്യവാസികളാണ്. ഞങ്ങൾ ഈ മിഠായിയൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചു. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, ഓ നമുക്കിത് മേടിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, സഹോദരൻ ഇവിടെ വന്നിട്ട് ഇത് എടുത്തിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ അല്ലേ? ആ അതെ കണ്ടല്ലോ, ആ പോയില്ലേലും ആ സത്യമാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, ആ ശരിയാണ് ബ്രദർ, ശരി ബ്രദർ പറഞ്ഞു. എനിക്കങ്ങനെയാണ് തോന്നി കേട്ടാ. ഞാനത് എടുത്തിട്ട് അവിടെ വെച്ച്. അപ്പം ഞാനോർത്തു എറണാകുളത്ത് പോയിട്ട് വെക്കുന്ന പോലെ അല്ലല്ലോ, മാർപ്പാപ്പയുടെ അടുത്ത് റൂമിൽ പോയിട്ടല്ലേ. അപ്പം അങ്ങനെ പോന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പം 8 കൗണ്ടറാണ് ഈ പാസ്പോർട്ടും വിസ ഇതൊക്കെ ശരിയാക്കലും. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ഈ കൗണ്ടറിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, മലയാളിയാണ്, ചെറുപ്പക്കാരാണ്, ഭാര്യയും ഭർത്താവും 2 പിള്ളേരും. അവരെക്കാളും വലിയ 2 പെട്ടി. അപ്പം ഇത് തൂക്കിയപ്പോൾ 10 കിലോ കൂടുതൽ. അപ്പം ഇവൻ ദയനീയമായിട്ട് എന്നെ നോക്കിയപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. അപ്പം അവന് മനസ്സിലായി എനിക്കെന്തോ ഒരു പ്രത്യേകത. പെട്ടെന്ന് അവൻ ആ മദാമ്മയോട് ഏതാണ്ട് ചോദിച്ചു. അപ്പം അവർ തലയാട്ടി കേട്ടാ. ഇവൻ പതുക്കെ എന്നോട് പറഞ്ഞു, സാറേ 10 കിലോ കൂടുതലാണ്. സാറിൻ്റെ പെട്ടി കണ്ടിട്ട്, സാർ കേരളത്തിലേക്കല്ലേ, അതെ, പെട്ടി കണ്ടിട്ട് അധികം സാധനമില്ലല്ലോ. ഞാനിങ്ങനെ ചുമ്മാ തൂക്കി പിടിച്ചേക്കാം. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സഹോദര, ഇതിനകത്ത് 2 പാൻറ്റും 2 ഷർട്ടും ഒരു ബൈബിളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു 10 കിലോ സാറിൻ്റെ പെട്ടിയിൽ അങ്ങോട്ട് ആക്കണ്ട, ആ പേരിൽ അങ്ങോട്ട് വിട്ടോട്ടെ. ഞാൻ പറഞ്ഞു 10 20 വിട്ടോളാൻ പറഞ്ഞു. കാരണം നമുക്ക് വേറെ മുടക്കമൊന്നുമില്ലല്ലോ. അപ്പുറം കടന്ന് എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അപ്പുറം കിടന്നപ്പം എൻ്റെ പുറകെ ഉണ്ടാകുന്ന 2 ധ്യാന ഗുരുക്കന്മാർ അവരെന്നോട് ചോദിച്ചു, തനിക്ക് പരിചയമുള്ളവരാണോ അവർ? അല്ല. പിന്നെ താൻ തന്നെ അവരോട് മിണ്ടുന്ന കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു, അവർക്കിങ്ങനെ 10 കിലോ കൂടുതലാണ്. അപ്പം താൻ തന്നെ പറഞ്ഞു എൻ്റെ പെട്ടി വിട്ടോട്ടെ എന്ന് ചോദിച്ചു. താൻ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. എടോ അത് വല്ല സ്വർണ്ണമാണെങ്കിൽ നെടുമ്പാശ്ശേരി തല്ലുമ്പം തന്നെ അറസ്റ്റ് ചെയ്യല്ലേ. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ? പെട്ടെന്ന് അതിലൊരു ധ്യാനഗുരു പറഞ്ഞു, ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ അറസ്റ്റ് ചെയ്താ ഞാൻ ജയിലിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞു. കാരണം എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ 8 കൗണ്ടർ ഉണ്ടായിട്ട് കറക്റ്റ് എൻ്റെ അടുത്ത് വന്ന് കണ്ടോ. കർത്താവിനറിയാം. ദുബായി വന്ന് ഇറങ്ങി, പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ഫ്ലൈറ്റ്. അവിടെ വന്ന് ഇറങ്ങിയപ്പം ഇവൻ പോകുന്നില്ല, ഭാര്യയും 2 പിള്ളേരും. അത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ മരിച്ചാലും മറക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും മറക്കുകയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അതെന്നോട് പറഞ്ഞു, ലോകത്തിൽ ആരും ഉപകാരം ചെയ്യല്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നേരത്തെ അറിഞ്ഞായിരുന്നേ ഞാനും ഇത് ചെയ്യലായിരുന്നു. പെട്ടെന്ന് ഞാൻ അതിനോട് പറഞ്ഞിട്ട്, കൊച്ചേ ഇത് ഈശോ ചെയ്തതാണ്. ഈശോ എന്ന് പറഞ്ഞപ്പോഴത്തേനും എൻ്റെ കണ്ണ് നിറഞ്ഞു. അയ്യോ അതിൻ്റെ സന്തോഷം കാണും. അപ്പം എന്നോട് സാറ് നീ, ഞാൻ സുവിശേഷകനാണ്, ഈശോയെ കൊടുക്കുന്ന ആളാണ്. മാർപ്പാപ്പയുടെ അടുത്തൊരു മീറ്റിങ്ങിന് പോയിട്ട് വരുന്നതാണ് കുഞ്ഞേ. അപ്പം അതെന്നോട് പറയാം, കർത്താവ് എത്ര നല്ലവനാണ്. കാരണം ആ 8 കൗണ്ടർ ഉണ്ടായിട്ട് ബ്രദറിൻ്റെ അടുത്ത് തന്നെ. അപ്പം എന്നോട് ചെവിടെയാണ്, അസീസിയിലുണ്ട്, ജെറുസലേമിലുണ്ട്. ഞാൻ അതിനോട് പറഞ്ഞു, ഈശോ തരും, എല്ലാം ഈശോ അങ്ങനെ തരും എന്നൊക്കെ പറഞ്ഞു. അതിന് ഭയങ്കര സന്തോഷം കേട്ടാ. പെട്ടെന്ന് അത് ബാഗ് തുറന്നു. എന്നിട്ട് നമ്മൾ അവിടെ ആ ഷോപ്പിങ്ങിൽ പോയപ്പോൾ എടുത്തിട്ട് വെച്ച മിഠായി ഇല്ലേ, അതെല്ലാം അത് എടുക്കുവാണ്. അതിൻ്റെ ബാഗിലുണ്ട് അതെല്ലാം. എന്നിട്ട് എൻ്റെ ബാഗിലേക്ക് നിറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട സഹോദരി എന്ന് പറഞ്ഞ് ഞാൻ അതെല്ലാം വാങ്ങി. അതെന്നോട് പറഞ്ഞു, ഇത് സന്തോഷം കൊണ്ട് തരുന്നതാണ് ബ്രദറെ. അങ്ങനെ അതെൻ്റെ ബാഗിൽ വെച്ച് അത് പോയി കേട്ടാ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നെ പേടിപ്പിച്ച 2 ധ്യാന ഗുരുക്കന്മാരുണ്ടല്ലോ, അവർ പതുക്കെ എൻ്റെ അടുത്ത് കൂടി. ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ എന്നെ നെടുമ്പശ്ശേരിയിട്ട് പിടിക്കുമെന്ന് പറഞ്ഞവരാണ്. എന്നോട് ചോദിച്ച്, അവൾ വന്ന് എന്തോ പറയുന്നത് കേട്ടല്ല. ഞാൻ പറഞ്ഞു, പിന്നെ മരിച്ചാലും മറക്കുകയാണെന്നാണ് പറഞ്ഞു. താൻ എന്നാ പറഞ്ഞു? ഞാനും പറഞ്ഞെന്ന് പറഞ്ഞു. കഴിഞ്ഞപ്പോൾ ഒരു ഗുരു പറഞ്ഞു, എന്തോ തരുന്നത് കണ്ടല്ലോ. ഇവരുടെ കയ്യിലും ഒന്നുമില്ലേ. ഞാൻ പറഞ്ഞു, നമ്മളവിടെ എടുത്തിട്ട് വെച്ചില്ലേ, ആ സാധനങ്ങളാണ്. പിന്നെ ഞാൻ പെട്ടി ബാഗ് തുറന്ന് അതുങ്ങൾക്ക് ഓരോ പാക്കറ്റ് വീതം
കൊടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. അവിടെ വെച്ച് എന്നെ ജയിലിടുമെന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, എനിക്കില്ലാത്തത് എൻ്റെ ഈശോയുടെ കയ്യിലുണ്ട്. എൻ്റെ ഈശോയുടെ കയ്യിലുണ്ട്. ഞാൻ ദരിദ്രനല്ല, ഞാൻ സമ്പന്നനാണ്. സമ്പന്നനാണ്. എൻ്റെ മക്കൾ രണ്ടും ഞാനിപ്പോഴും ഓർക്കും കേട്ടാ. ഒരിക്കൽ പോലും UK അത് രജിസ്റ്റേർഡ് കോഴ്സാണ്. MSW കിട്ടത്തില്ല. ഞാൻ മോക്ക് കിട്ടും. കറക്റ്റ് കർത്താവ് കൊടുത്തു. അവിടെ ചെന്നപ്പോഴോ അവളുടെ കൂടെ സ്റ്റെല്ലേ പഠിച്ച പിള്ളേർക്ക് അവിടെ ജോലിയുണ്ട്. ഓടി കാറുമായിട്ടാണ് കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നത്. എന്നോട് പറഞ്ഞു പപ്പേ എന്നെ ഓടി കാറിലാണ് കൊണ്ടുപോയത്. ലൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീടെടുത്ത് കൊടുത്തു അവൾക്ക്. ആ പിള്ളേർ അമ്മൂന് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും പപ്പാ തമ്പുരാൻ കൈവെള്ളയില കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു മക്കളെ, നമുക്കില്ലാത്തത് ഈശോയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നീ ദരിദ്രനല്ല, നീ സമ്പന്നനാണ്. നീ സമ്പന്നനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സക്കായിയെ നോക്കി, ഇവനും അബ്രാഹത്തിന്റെ പുത്രനല്ലേ ഉണ്ടോ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്നറിയോ? അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും. നിങ്ങളെ കണ്ടുമുട്ടുന്നവരെ കെട്ടുകൾ അഴി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നമ്മൾ മണ്ണിൻ്റെ അല്ല സ്വർഗത്തിൻ്റെയാ. കെട്ടഴിക്കാനും കെട്ടുവാനും ദൈവം നിനക്ക് കൃപ തന്നെ. നീ കരം വെച്ചാൽ സൗഖ്യമുള്ളൂ. അതിന് മാറ്റമില്ല. എത്രയോ അനുഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ആലുവയെ പ്രസംഗിച്ചിട്ട് മൂവാറ്റുപുഴ വന്നിട്ട് ഞാനൊരു ജ്യൂസ് കുടിക്കാനായിട്ട് കടയിൽ കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ സുനിൽ രാമപുരം ഒന്ന് അടിച്ചു കൊടുത്ത ടോക്കുകൾ വരും. അപ്പോൾ ഞാൻ അങ്ങനെ എന്നെ കണ്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാറുണ്ട് ബസ്സിലൊക്കെ വെച്ച്. അപ്പോൾ ഞാനോർത്ത് അങ്ങനെ വല്ലതും കണ്ടിട്ട് ഇവൻ നോക്കുന്നതായിരിക്കും. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു സുനിലേട്ടനല്ലേ? അതെ, ഞാൻ ഇല്ലിത്തോട് മലയാറ്റൂർ ദർശനം വെച്ച് ധ്യാനം കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് അവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു തമ്പുരാൻ കൊണ്ടുവന്ന എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞേ? അവൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് കാനഡയിൽ ജോലിയാണ് ബ്രദറെ. കൊച്ചുണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പോയതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിസ കിട്ടുമെന്ന് പറഞ്ഞാൽ പോയത്. 6 മാസമായി ഉണ്ടായിട്ട് പോയിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. അവളും കരച്ചിലാണ്. 6 മാസമായിട്ട് വിസ അടിച്ചിട്ടില്ല. ബ്രദറൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കുഞ്ഞേ, തമ്പുരാൻ നിന്നെ കൈവിടില്ലടാ. സത്യമാണ്. കാരണം ഞാൻ ആ കടയിൽ ചെന്ന് കയറേണ്ട ആളല്ല. ഞാൻ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ബസ്സിൽ കയറിയപ്പോഴും അവനാ പറഞ്ഞ വാക്ക്, ആ കുഞ്ഞിൻ്റെ കണ്ണുനീര്. അവൻ കുറവലങ്ങാട് പോകണം. കുറവലങ്ങാടാണ് അവളുടെ വീട്. അന്ന് രാത്രി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഫസ്റ്റ് കോള് എന്നെ വിളിച്ചവൻ. രാത്രി 11 മണിക്ക് ബ്രദറെ മെസ്സേജ് വന്നു, 2 പേർക്കും വിസയായി. ഞാനന്നേരം ഓർത്ത് കേട്ടോ, കുറവുള്ള സുനില് ചേർത്ത് പിടിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് കണ്ടോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളെല്ലാവരും ഈശോയുടെ മക്കളാണ്. നിങ്ങൾ കരങ്ങൾ വെക്കണം. നിങ്ങൾ ആജ്ഞാപിക്കും. മോശയോട് പറഞ്ഞില്ലേ ആജ്ഞാപിക്കാം. അതുപോലുള്ള അഭിഷേകം നിങ്ങൾക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ റോമി വെച്ച് അൽമായനോട് പറഞ്ഞ സത്യമാണ്. പോപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ പോകരുത്. നോട്ടോ വിളിച്ചു വന്നപ്പോൾ ഒരു ഹിന്ദുവാണ്. അയാൾ പറഞ്ഞു 40 രൂപ. ഞാൻ 50 എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഈശോ തരുന്നതാണ്. അപ്പോൾ അയാൾ ഓട്ടോ ഇരുന്നുകൊണ്ട് കൈകൂപ്പി. 10 രൂപ കൂടുതലുള്ളൂ. അയാളോട് പറഞ്ഞു സാധാരണ ആരും തരില്ല സാറേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓട്ടം വന്നത് ദേവാലയത്തിലല്ലേ, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടണം. അയാൾ ഹൈന്ദവനാ. അയാൾ പോകുന്ന വഴിക്ക് ഓർത്തിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞു ഞാനൊരു സുവിശേഷകനാണ്. അയാൾ പറഞ്ഞു ഓട്ടോ കയറി പള്ളിയിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഇങ്ങനെ ധ്യാനം നടക്കുന്ന കാര്യം എനിക്കറിയാം. സത്യമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കണ്ടുമുട്ടുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ, കൃപയൊഴുകട്ടെ. നാളെ സ്വർഗത്തിൽ നമുക്ക് ഒന്നിച്ചുണ്ടാകണം കേട്ടാ.